ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് രാവിലത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് അടുപ്പൊക്കെ ഒന്ന് വെണ്ണൂറൊക്കെ ഒന്ന് വാരി ക്ലീൻ ആക്കുന്ന തിരക്കിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ദോശയ്ക്ക് ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം രാവിലെ കാക്കു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാക്കുവിന് രാവിലെ എണീറ്റപ്പം പുട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു വേഗം. അങ്ങനെ കാക്കു അത് കഴിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് പിന്നെ ഇപ്പോൾ ഉമ്മാൻ്റെ ഉമ്മ ഉണ്ട് ഇപ്പോൾ ഇവിടെ കേട്ടോ. 2 ദിവസത്തിന് വന്നതാണ്, നിൽക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അപ്പോൾ വല്യമ്മക്കും ദോശ വേണം, മോൾക്കും ദോശ വേണം. അപ്പം എനിക്ക് പിന്നെ പുട്ട് ഉണ്ടാക്കിയതിലുണ്ട്. അപ്പോൾ അവർക്ക് 2 പേർക്കും കുറച്ച് ദോശയ്ക്ക് കലക്കിയിട്ട് അത് ചുടുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അടുപ്പ് കത്തിക്കുന്നത്. രാവിലെ ഗ്യാസുമ്മ കാക്കുവിനുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കാക്കു പോയതിന് ശേഷമാണ് ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് ഒന്ന് പണിക്കൊരുങ്ങിയത് കേട്ടോ. അങ്ങനെ ദോശയൊക്കെ ചുടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊരു ദോശയ്ക്ക് പറഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ വിശപ്പ് കാരണം, രാവിലെ ഒരു വിശപ്പാണ് എനിക്ക്. അപ്പോൾ ഒരു ഗ്ലാസ് ചായ കിട്ടണം, അത് നിർബന്ധമാണ്. അങ്ങനെ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ദോശയുടെ പരിപാടിക്ക് നിന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ചേ ചുടുന്നുള്ളൂ, അവർക്ക് 2 പേർക്ക് മാത്രം മതിയല്ലോ. അപ്പോൾ കുറച്ചേ കലക്കിയിട്ടുള്ളൂ, കുറച്ചേ ചുടുന്നുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ കറി വെക്കാനില്ല കേട്ടോ. കറി ഇന്നലെ വെച്ച മീൻ കറി ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പേരല്ലേ ഉള്ളൂ, ഞങ്ങൾ 2-3 ആളല്ലേ ഉള്ളൂ. അത് കാരണം കറി വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തിനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കറി ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ ഗ്യാസുമ്മ ഒന്ന് തിളപ്പിക്കാൻ വെച്ച സമയം കൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കോഴികളെ പുറത്താക്കാമെന്ന് വിചാരിച്ചു. അവർ ദോശയ്ക്ക് പറഞ്ഞിട്ട് ഞാൻ വേഗം പോയി കോഴികൾക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവരെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കൂടെ എടുക്കുമ്പോൾ ഒരു കോഴി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ വെയിറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നില്ല, വേറെ എവിടെയോ പോയി മുളഞ്ഞിരിക്കുകയാണ്. ആളപ്പോൾ രാവിലെ കണ്ടിട്ടുണ്ട് കേട്ടോ. രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം കൂടെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറിന് വെള്ളം വെച്ചു. ദോശ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തിളച്ച് ഒന്ന് കാഞ്ഞിട്ടുണ്ടായിരുന്നു, അരിയിട്ട് കൊടുത്തു. പിന്നെ ഞാൻ മീൻ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അയിലച്ചെമ്പാനാണെന്ന് മീൻ, അതൊക്കെ ഒന്ന് മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അത് പൊരിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം അടിച്ചു വാരി തുടക്കാമെന്ന് വിചാരിച്ചു. മോളെ എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവൾ എണീക്കുമ്പോഴത്തേക്കും വേഗം ഒന്ന് അടിച്ചു വാരി തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ട് വേഗം ചെയ്യാണ്. ഇന്ന് നമുക്ക് കുറച്ച് എക്സ്ട്രാ പണികളുണ്ട് കേട്ടോ. ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു, ഇന്നലെയൊക്കെ വെയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ 4 പുറമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി ഇടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞാലല്ലേ നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരു സുഖമില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ, തലവേദനയായിട്ട്. അപ്പോഴത്തേക്കും അടിച്ചു വാരൽ കഴിഞ്ഞപ്പോഴത്തേക്കും മോളെ എണീറ്റുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവളെ എണീറ്റ് കഴിഞ്ഞ് പിന്നെ അവൾക്ക് ഫുഡ് കൊടുക്കാണ്ട് എത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ പിന്നെ ഞാൻ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ ഫുഡൊക്കെ കൊടുത്തിട്ട് ഒരു ഭാഗത്താക്കിയതിന് ശേഷം ഞാൻ തുടക്കാൻ നിന്നു കേട്ടോ. തുടക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വേഗം മുറ്റത്തോട്ട് ഇറങ്ങി. അവൾക്ക് എണ്ണ തേച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുളിപ്പിക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ എൻ്റെ അടിച്ചുവാരലൊക്കെ കഴിയുമ്പോഴത്തേക്ക് എണ്ണ പിടിച്ചോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുളിപ്പിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ വേഗം മുറ്റത്തോട്ട് ഇറങ്ങി. 4 പുറം കുറച്ചുണ്ട് കേട്ടോ അടിച്ചു വരാൻ. എല്ലാ ഭാഗവും കൂടെ അടിച്ചു വരുമ്പോഴത്തേക്കും ഒരു വിധവും. ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല തലവേദന ഉണ്ട് കേട്ടോ. തലവേദന കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് എന്താണെന്നറിയില്ല. അപ്പോൾ തലവേദന ഉണ്ട്. എന്നാലും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം കുറച്ച് ദിവസമായിട്ട് മഴ തന്നെയായിരുന്നു. മഴ എന്ന് വെച്ചാൽ അറിയാലോ, കുറച്ച് ദിവസമായിട്ട് നിൽക്കാത്ത മഴയായിരുന്നു. അപ്പോൾ മഴയത്ത് ഈ അടിച്ചുവാരലൊന്നും നടക്കില്ല. ഇവിടുന്ന് ഈ ഇലയൊന്നും അടിച്ചാൽ കിട്ടില്ല കേട്ടോ. നല്ല മെനക്കെടായിരിക്കും. വെയിലെറിച്ചാൽ മാത്രമേ ഇങ്ങനെ അടിച്ചു വരാൻ പറ്റുള്ളൂ. ഇവിടെ കല്ലൊക്കെ ആയ കാരണേ. അപ്പോൾ ഞാൻ വെയിലെറിക്കട്ടെ വെച്ചിട്ട് അങ്ങനെ നിന്നതായിരുന്നു. നല്ലോണം ഇല വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ പ്ലാവുണ്ട്, അപ്പോൾ പ്ലാവുമെന്ന് ഇല നല്ലോണം വീണിട്ടുണ്ട്. പ്രത്യേകിച്ച് മഴയും കൂടെ ആണെങ്കിൽ കുറച്ച് കൂടുതലാണ് കേട്ടോ ഇല വീഴൽ. അങ്ങനെ ഞാൻ വെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വെയ്യാന്നൊന്നും നോക്കിയില്ല, വേഗം അടിച്ചു വാരി തീർത്തു. അതിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ നാളെ അഥവാ മഴയായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പിന്നെ ഒന്നും നോക്കാണ്ട് അടിച്ചു വാരിയതാണ് കേട്ടോ. 4 പുറം ഒന്ന് അടിച്ചു വാരി എടുത്തു. അപ്പോൾ വാഴ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് വെട്ടി മാറ്റി. അത് ചെയ്യാണ്ട് അവിടെ അങ്ങനെ ഇടുമ്പോഴും നമുക്ക് അടിച്ചു വരുന്നത് ഒരു ഇത് കിട്ടില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെട്ടി മാറ്റിയിട്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യൊന്ന് അവിടെ കുത്തി മുറിയായിട്ടുണ്ട്. അത് പിന്നെ എങ്ങനെയാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു മുറിവോ ഒരു വേദനയോ കിട്ടാണ്ടിരിക്കാറില്ല കേട്ടോ. എനിക്ക് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും ഒരു തട്ടലോ മുട്ടലോ ഉണ്ടാവും. ശ്രദ്ധയില്ലാത്തതുകൊണ്ടായിരിക്കാം അല്ലേ. അപ്പം അങ്ങനെ ഞാൻ വേഗം അടിച്ചു വാരി എടുത്തിട്ടോ. വെയിലായിരുന്നു, അപ്പോഴത്തേക്ക് നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. അകത്തത്തെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്, കാരണം വെയിലായി. എന്നാലും ഞാൻ അടിച്ചു വാരി എടുക്കാൻ വിചാരിച്ചു. ഇന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ നാളെ എന്തെങ്കിലും കാരണം കൊണ്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ നാളേക്ക് ഒന്നും വെച്ചില്ല, അന്ന് തന്നെ എല്ലാവരും ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. സാധാരണ ഇങ്ങനെ അടിച്ചു വാരിയിട്ട്
അങ്ങനെ കൂട്ടി വെക്കാറില്ല നമ്മൾ അടിച്ചു വാരിയിട്ട് അപ്പോൾ തന്നെ വേഗം കത്തിക്കാറാണ്. ഇതിപ്പോൾ എന്താണെന്നറിയോ, നല്ല വെയിൽ ഇത് ഉണങ്ങിയിട്ടില്ല, അപ്പോൾ കത്തിച്ചാലും വെറുതെ പുകഞ്ഞ് കിടക്കാമെന്നല്ലാതെ കത്തൂല. അപ്പോൾ ഞാൻ കത്തിക്കാൻ നിന്നില്ല, ഒന്ന് കടന്ന് വെയിൽ കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഒന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെയും അടിച്ചു വാരി കൂട്ടിയൊക്കെയാണ്, കത്തിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ ഉമ്മറത്തൊക്കെ എത്തിയിട്ടോ, അടിച്ചു വാരി ഉമ്മറത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുറ്റം കൂടെ ഒന്ന് ഉമ്മറത്ത് അടിച്ചു വാരി, മോള് സിറ്റൗട്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. വല്യമ്മയുണ്ട് സിറ്റൗട്ടിൽ. അങ്ങനെ സിറ്റൗട്ടിൽ ഇങ്ങനെ നിന്നിട്ട് എന്നെ വിളിക്കണം പറയുന്നൊക്കെ ഉണ്ട്. ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി എടുത്തു കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ, ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ അടിച്ചു വാരിന് കാണുമ്പോൾ എത്ര പെട്ടെന്നാണ് കഴിയുന്നത്. ഇത് അടിച്ചു വാരി തീരാൻ എത്ര സമയം എടുത്തു എന്ന് എനിക്കെല്ലാം അറിയുള്ളൂ. ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അലക്കി കഴിഞ്ഞിട്ട് ഞാൻ ഉണക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ഉണക്കിയെടുത്തു. നല്ല വെയിലുണ്ട് കേട്ടോ, അതുകൊണ്ടൊക്കെ ഇപ്പം ഒന്ന് ഡ്രസ്സ് കുറേ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 ദിവസത്തൊക്കെ ഉണങ്ങാണ്ട് ടെറസിൻ്റെ മേലെയും താഴത്തുള്ളിലും ഒക്കെ ആയിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. കുറേയൊക്കെ ഒന്ന് ഞാൻ രാവിലെ ഒരു പകുതി ആയപ്പോൾ തന്നെ ഉള്ളിലിട്ട് ടെറസിൻ്റെ മേലെ ഇട്ടതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അത് പിന്നെ മടക്കണം, പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് മടക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നാളെ മടക്കണം. അതങ്ങനെയാണല്ലോ, കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും, ഇല്ലെങ്കിൽ പിന്നെ മടിയാവും. നാളെയെന്ന് വിചാരിച്ചാൽ മടിയാവും കേട്ടോ, അത് ഉറപ്പാണ്. നോക്കട്ടെ, എല്ലാം കഴിഞ്ഞിട്ട് എന്താണെന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇന്ന് മടക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ മടക്കണം, അല്ലെങ്കിൽ നാളെ. അങ്ങനെ ഞാൻ അവിടെ വേഗം അടിച്ചു വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു പോർഷനും കൂടെ അടിച്ചു വാരാനുണ്ട് ബാക്കിൽ. അവിടെ ഞാൻ അടിച്ചു വാരിയിട്ടില്ല. അപ്പോഴത്തേക്ക് ആകെ വയ്യാണ്ടായിട്ടോ. മൊത്തത്തിൽ അടിച്ചു വാരിയപ്പോഴത്തേന് തന്നെ തലവേദനയും എല്ലാം കൂടെ ആയിട്ട് മൊത്തത്തിൽ ആളാകെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. വയ്യ തോന്നിയപ്പോൾ ഞാൻ അടിച്ചു വാരിയിട്ടില്ല കേട്ടോ അവിടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നമ്മളെ ബാക്ക് വശത്ത് തിണ്ടാണ്. ഇത് ഞാൻ സാധാരണ മഴയില്ലാന്നുണ്ടെങ്കിൽ തുടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇവിടെയും കൂടെ തുടച്ചെടുക്കാറാണ്. ഇപ്പം മഴയായി കാരണം ഇങ്ങോട്ട് വരാൻ മടിയാണ്. അത് കാരണം കുറച്ച് ദിവസത്തെ ഉണ്ടായിരുന്നു കേട്ടോ, മണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ മഴ പെയ്യുന്നത് തെറിച്ചതാണ്. അവിടെ ഞാൻ എന്ത് വിചാരിച്ചു, മോട്ടർ അടിച്ചിട്ടുണ്ട് അടിച്ച് കഴുകിട്ടോ, അതേ നടക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ഉള്ളിൽ കയറി ഉണ്ടായിരുന്നു. മോളെ എണ്ണ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത്. അങ്ങനെ പിന്നെ ഞാൻ വേഗം അവളെ കുളിപ്പിച്ചെടുത്തു കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കണ്ണാടിയുടെ മുന്നിൽ വന്നാൽ പിന്നെ അവൾ വേറെ ആളാണ്. പോസിങ്ങിൽ ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ പിന്നെ ഞാനും വേഗം പോയി കുളിച്ചു. ചോറുന്നലൊക്കെ കഴിഞ്ഞു. അവൾക്കും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളെ വേഗം ഒരു ഭാഗത്താക്കിയിട്ടോ കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഒന്ന് NFC പറഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു. ഉറങ്ങിയൊന്നുമില്ല, കുറച്ച് നേരം അങ്ങനെ കിടന്നു. ഇത് ഞാൻ വൈകുന്നേരത്തിനുള്ളൊരു ചായക്കടിയായിട്ടും പിന്നെ നമുക്ക് വെറുതെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ, അമൃതപ്പൊടി കൊണ്ട് പൂരം വറുത്തത് കേട്ടോ. പൂരം വറുത്തത് എന്ന് പറയും, ഔലൂസ് പൊടി എന്നൊക്കെ പറയും കേട്ടോ, ചിലവരൊക്കെ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ, വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൾക്കും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അരി പൊടിപ്പിക്കാനുണ്ടായിരുന്നു കേട്ടോ. പൊടി കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി ഇപ്പോൾ ഇന്നലെ വെയിലുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് ഞാൻ വേഗം കഴുകി ഉണക്കിയതായിരുന്നു. അങ്ങനെ ഞാൻ ഇന്ന് അതൊക്കെ പൊടിപ്പിക്കാൻ പോയിട്ട്, നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ അരി പൊടിപ്പിക്കുന്ന മില്ല്, നമ്മുടെ റിലേറ്റീവിൻ്റെ മില്ല് തന്നെയാണ്. അങ്ങനെ ഞാൻ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, ദൂരത്തൊന്നും പോകണ്ട, ഞാൻ തന്നെയാണ് അരി പൊടിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ പൊടിപ്പിച്ചിട്ട് ഞാൻ വന്നതിന് ശേഷം പിന്നെ കോഴീനൊക്കെ കൂട്ടിലാക്കി അരിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ വേഗം കോഴിയൊക്കെ വേഗം കൂട്ടി കയറിട്ടോ. ഇന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാ കോഴികളും ഉണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ വൈകുന്നേരം രാത്രി ആയപ്പം കാക്കു വന്നിട്ടുണ്ടായിരുന്നു, ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മോളായിട്ട് കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ കളിച്ച് കുറേ നേരം ഇരുന്നിട്ട് അവളായിട്ട് ഓരോന്ന് കാട്ടിക്കിട്ട് അവളെ കിട്ടിയ ചാൻസ് നല്ല മുതലാക്കുന്നുണ്ട്. അപ്പം നല്ല അടിക്കുന്നുണ്ട് കേട്ടോ, കിട്ടിയ ചാൻസിൽ നല്ല കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയും വൈകുന്നേരം ഇച്ചിരി നേരമല്ലേ കാണുള്ളൂ, മേടിച്ചോ എന്ന് പറയും ഞാൻ കേട്ടോ. അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. കാണാത്തവർ എൻ്റെ വീഡിയോസൊക്കെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യേണ്ടത്, എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നൊക്കെ അഭിപ്രായങ്ങളായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്. അടുത്ത വീഡിയോയിൽ കാണാം.